ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് ഐ ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഇവിടെ വൈകുന്നേരം 7:30 ചായ കുടിക്കാൻ പോവാം. ഡ്യൂട്ടി ഉണ്ടായിരുന്നു, കണ്ടിന്യൂസ് 7 ദിവസം ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നാളെയും മറ്റന്നെയാണ് ഒരു ഓഫ് കിട്ടാൻ പോണത്. അപ്പോൾ സാധാരണ ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ഞങ്ങൾ പണിയെടുക്കാറുണ്ട് അതിന്. അപ്പം എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചക്കുള്ള വീഡിയോ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും പോവും. അപ്പം അതിനേക്കാൾ മുന്നേ ഞങ്ങൾ ഇന്ന് മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും നമ്മൾ പോണ സമയത്താണെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് കഴിച്ചാൽ അത്രയും ഫുഡ് ശരിയാവാറില്ല. പിന്നെ ഒരു $15 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ അങ്ങനെ ബർഗർ സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ ഇന്ത്യൻ ഷോപ്പുകൾ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ എവിടെ പോവാണെങ്കിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പം നമുക്ക് പുറത്തൊക്കെ എവിടെയെങ്കിലും നടക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നന്നായിട്ട് വിശക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കരയാക്കരിക്ക് വാട്ടർഫോൾസിൽ പോയിട്ട് ഭയങ്കരമായിട്ട് വിശന്നു. അന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അച്ചപ്പായിരുന്നു, എല്ലാവരും കൂടി നമ്മൾ ഇന്ന് കഴിച്ചില്ലേ. അപ്പൊ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന നെയ്മീൻ്റെ ഈ മീൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മിക്കവാറും ഞങ്ങളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഓർമ്മയുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം V-Mart എന്ന് പറഞ്ഞിട്ടൊരു കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കടയിൽ പോയിട്ട് ഞാൻ അവിടെ ഡ്യൂട്ടിയിൽ ഇടയ്ക്ക് വെച്ച് എഴുതിയതാണത്. അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച മീനാണ് നമ്മുടെ നെയ്മീൻ. ഏകദേശം 1 കിലോന്റെ അടുത്തുണ്ട് ഇത്. അത് 2-3 മീനുണ്ട്, അവിടെ മാറ്റി വെക്കും. എന്തിനാണെന്നറിയോ? ഫിഷ് നിർവാണ എന്റെ ഫിഷ് നിർവാണം ഉണ്ടാക്കണമെന്ന്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി 2-3 കഷ്ണം മാറ്റി വെക്കും. ബാക്കിയുള്ളത് വെച്ചിട്ട് നമ്മൾ നെയ്മീനുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കും. എന്നിട്ട് ഇന്ന് നമ്മള് കുറച്ച് കഴിക്കും. ഓഫ്കോഴ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൊതിയാവുമല്ലോ, അത് കഴിക്കും. അതിന് ബാക്കിയുള്ളത് നമ്മൾ പാക്ക് ചെയ്ത് നാളത്തേക്ക് എടുത്തു വെക്കും. അപ്പൊ നമ്മൾ എവിടേക്കും പോയിട്ട് എവിടേക്കാണ് പോകണത് കറക്റ്റ് തീരുമാനിച്ചില്ല. ഏതെങ്കിലും വാട്ടർഫോൾ ആയെന്നാണ് നമ്മൾ വിചാരിക്കണേ. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് അതിന് തിരിച്ച് ഇവിടെ ഏത് വാട്ടർഫോളിലേക്ക് പോകുമ്പോൾ കുറേ വഴി നടക്കാറുണ്ടാവും. അവിടെ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കും. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് ഫിഷ് ബിരിയാണി കഴിക്കും. അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് തീരെ വീഴും. അപ്പൊ ആദ്യം ചായ കുടിച്ചിട്ട് കടകടകടകടകടയെന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. ഇന്ത്യയായിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കും. ഇന്ത്യട്ടാ എന്തായി? മസാലയൊക്കെ പറ്റി വെച്ചു. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. ചൊക്കാന്നിരിക്കുന്ന മീനില് അത് ചൊക്കൊന്നിരിക്കണ്ട നല്ലല്ലേ? കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, വേറെ ഒന്നുമില്ല. കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് അത് പുരട്ടി വെച്ചു. അതുപോലെ തന്നെ നമ്മള് സബോള, നാരങ്ങ, മുളക്, എന്നിട്ട് വെളുത്തുള്ളി, ഇതില് കുറച്ച് മറ്റേ മസാല, കറിവേപ്പില, തക്കാളി, പിന്നെ എന്നിട്ട് ഇഞ്ചി പേസ്റ്റ് കൂടി ഉണ്ട്. അതൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പണി തുടങ്ങും അല്ലേ? അപ്പൊ അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുരട്ടി വെച്ച മീനുകളെയൊക്കെ ഈ പാത്രത്തിനകത്തൊക്കെ എടുത്തിടുകയാണ് കേട്ടോ. പൊട്ടിത്തെറിക്കും. അപ്പൊ എല്ലാ സ്ഥലവും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചേ അങ്ങനെ വെച്ചുള്ളൂ. കുറെ കരിമുടി വെക്കാണ്ട് വേഗം തന്നെ ഒന്ന് വറുത്തെടുക്കണം. നാലെണ്ണം കൂടി ബാക്കിയുണ്ട്. എത്ര ഉണ്ടെന്ന് അറിയോ? 5, 4, 9 പീസ് ഉണ്ട്. ആർക്കും ഒരു പീസ് എക്സ്ട്രാ എനിക്ക് നല്ല സൂപ്പർ. ഇത് വെറുതെ ഇങ്ങനെ തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റ് മീനത്. ഒരു പീസ് എക്സ്ട്രാ ഉള്ളത് നമുക്ക് 4 പേർക്ക് കൂടി ഇങ്ങനെ സെന്റർ മുറിച്ച് 4 പീസ് ആക്കാം. നല്ല ടേസ്റ്റ് ഉള്ള മീനല്ലത്. അറിയില്ല, നമുക്ക് ഫ്രോസൺ ആയതുകൊണ്ട്. നമ്മള് സാധാരണ നെയ്മീൻ അടിപൊളി ടേസ്റ്റാ. പക്ഷെ ഇവിടെ ഞങ്ങള് വേറെ കുറച്ച് ഫാമിലിയുടെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ നെയ്മീൻ വാങ്ങിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ അത്ര രസം ഉണ്ടായതില്ല അല്ലേ? പക്ഷെ നമുക്കറിയില്ല. ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു എക്സ്പീരിയൻസ് കൂടിയാ. ഇനി നമുക്ക് വാങ്ങിക്കാൻ ഇത് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സാധാരണ അങ്ങനത്തെ മീനുകൾ വറക്കുമ്പോൾ ഒരു ഉണക്കമീനിന്റെ മണം വരാറുണ്ട്. ഇതുവരെ ആ മണം വന്നിട്ടില്ല കേട്ടോ. എന്നുവെച്ചാൽ ഫ്രോസൺ ആകുമ്പോൾ സാധാരണ ഉണക്കമീനിന്റെ മണം പൊട്ടിത്തെറിക്കണം അത് വരാറുണ്ട്. പക്ഷെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല മീനായെന്ന് വിചാരിക്കുന്നു. ഈ പാത്രം കിടന്ന് ഓടി ഓടി നടക്കുന്നുണ്ട്. ഇനി ഇതിനെങ്ങനെ മറക്കും? ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ മറക്കുക. അപ്പൊ അതിന്റെ മസാല എല്ലാം ഈ പാത്രത്തിൽ ഇരുന്നു. കുഴപ്പമില്ല കേട്ടോ. ഉണക്കമീന്റെ മണമൊന്നും വരുന്നില്ല. എന്റെ ആക്ഷൻ കാണിച്ചു കൊടുക്ക്. ഉണക്കമീന്റെ മണമൊന്നും വരുന്നില്ല. കുഴപ്പമില്ല. പക്ഷെ ഇത് ഫ്രൈ ചെയ്ത് നല്ലത്. നമുക്ക് നോക്കിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. മീൻ വറുത്ത് കഴിഞ്ഞപ്പം വേഗം ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ സബോളയും ബാക്കി നമ്മുടെ എല്ലാ സാധനങ്ങളും ഇട്ട് മസാലകളും ഇട്ട് നന്നായിട്ട് വഴറ്റിട്ടോ.
ഞാൻ അതിനിടയ്ക്ക് ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം നിന്റെ ഏട്ടൻ വേഗം അതൊക്കെ ചെയ്തു. എന്തായി കുറച്ചു നേരം മിസ്സിങ് ആയിരുന്നു ഞാൻ ഇവിടെ നിന്നില്ല. സംഭവം റെഡി ഉണ്ട് ഇത്. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് കുറച്ച് നേരം മിസ്സായതിന്റെ ഇടയില് നിന്റെ ഏട്ടൻ ഫിഷിന്റെ മസാല സെറ്റാക്കി. അടിപൊളി. ഇപ്പൊ തിന്നാലോ? ബിരിയാണി ഒന്നും വെക്കാണ്ട് ഇപ്പഴേ കഴിച്ചാലോ എന്ന് തോന്നുന്നുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കണം. ഈ പാത്രത്തിൽ ഉണ്ടാക്കാനാ? ഇതിനകത്ത് റൈസ് ഉണ്ടാക്കാനാ? അടിപൊളിയായിരിക്കും. മാറ്റണ്ടേ? ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പാത്രത്തിനകത്ത് തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ കുറച്ചു നേരം പോയത് വിഷമത്തിൽ എന്റെ ഏട്ടൻ വേഗം ഉണ്ടാക്കി. അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇല്ല, ഞാൻ പതുക്കെ സൂക്ഷിച്ചാണ് എടുക്കണത് കേട്ടോ, പേടിക്കണ്ട. അപ്പൊ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കാമെന്നാണ്, റൈസ് ഉണ്ടാക്കാന്നാണ് എന്റെ ഏട്ടൻ പറയണത്. അപ്പൊ ഞാനത് പതുക്കെ നല്ല മണം അങ്ങനെ വരുന്നില്ല. തിന്നു നോക്കിയാലേ അറിയുള്ളൂ. അയ്യോ നമുക്കിങ്ങനെ ആ രസം കാരണം കൊണ്ട് അയ്യോ നല്ല മസാലയൊക്കെ നല്ല ഗിളുകിളാന്ന് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ എന്നിട്ട് പറയാ എല്ലാ സബോളയൊക്കെ ഇങ്ങനെ നല്ല പറയാൻ പറ്റണില്ല. കുട്ടിയെ കുഴപ്പമുണ്ടോ? അതിനകത്ത് കുഞ്ഞു പീസ് കഴിച്ചോക്കട്ടെ. എന്റെ എണ്ണം തരാം. എന്തോ നോക്കട്ടെട്ടാ, കുറച്ച് മസാല കൂട്ടി കഴിച്ചാലോ? ഉപ്പുണ്ടോ? അടിപൊളി. ഇല്ല കേട്ടോ, മറ്റേ ഉണക്കമീൻ്റെ ടേസ്റ്റ് ഇല്ല കേട്ടോ. നേരത്തെ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയായിരുന്നു, വറുത്തപ്പം എനിക്കിങ്ങനെ തോന്നിയായിരുന്നു ഇനി ഉണക്കമീൻ്റെ ടേസ്റ്റ് വരൂ എന്നൊരു ഡൗട്ട് അടിച്ചായിരുന്നു. പക്ഷെ ഇല്ല കേട്ടോ, ഉണക്കമീൻ്റെ ടേസ്റ്റ് ഇല്ല. അപ്പൊ ഇത് നമുക്ക് മറ്റേ റിപ്പീറ്റ് ചെയ്യാം. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇങ്ങനത്തെ ഉണക്കമീൻ, അരച്ച ഉണക്കമീൻ, നെയ്മീനോ ചൂരയുണ്ട് അവിടെ, മറ്റേ ഓലക്കുടിയനുണ്ട്. ഓലക്കുടിയൻ നല്ല മീനാ അല്ലേ? ഓലക്കുടിയനുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്പൊ ഇനി വാങ്ങിക്കാം. ഈ മസാല എല്ലാം കളയണ്ടല്ലോ, ഇതിനകത്ത് തന്നെ റൈസ് ഉണ്ടാക്കാനുള്ളതല്ലേ, കഴുകണ്ട. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ഇനിയിപ്പോ റൈസ് ഉണ്ടാക്കാം. അറ്റ്ലീസ്റ്റ് റൈസ് ഉണ്ടാക്കണ നേരത്തെങ്കിലും ഞാൻ കൂടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് മീൻ ഉണ്ടാക്കിയ ആ പാത്രത്തിനകത്തോട്ട് തന്നെ കുറച്ച് നമ്മുടെ മസാലകളൊക്കെ ഇടാണേ. മറ്റേ കുറച്ച് വഴനയില, കരയാമ്പൂ, പിന്നെ ഇട്ടിട്ടാണ് എന്റെ ഏട്ടാ ഒരു പിടിയങ്ങോട്ട് വരി ഇട്ടത്. എല്ലാ ഇലക്കായ ഇലക്കായ സാധനങ്ങളൊക്കെ അത്രേ ഉള്ളൂ. എല്ലാം ഇട്ടിട്ട് ഇനി ഇതിനകത്ത് വെള്ളം തിളപ്പിച്ചൊഴിച്ച് അല്ലേ, ഉപ്പിട്ട് അരി വേവിക്കും. അരി നമ്മള് ഇടുന്നതിന് മുന്നേ ഒന്ന് ഇങ്ങനെ വഴറ്റി എടുക്കും. നെയ്യ് ഒഴിച്ചു കേട്ടോ. ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് നെയ്യാണ് ഒഴിക്കണേ. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കാം. അപ്പൊ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം അരി നമ്മള് വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ആ അരിയും കൂടി എടുത്ത് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കും അല്ലേ? ഇത് ബിരിയാണി സ്പെഷ്യൽ അല്ലേ? ഇവിടെ നന്നായിട്ട് ബിരിയാണി വെക്കൂട്ടോ. പിന്നെ അതല്ല, നമ്മള് കൊറേ ദിവസം ഞാൻ വെച്ച ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ആരെങ്കിലും വെച്ച് തരാണെങ്കിൽ അടിപൊളിയല്ലേ? പിന്നെ എന്റെ ഇഷ്ടം ഫുഡ് വെക്കാൻ ഇഷ്ടല്ലേ? ശരിയാണ്, നല്ല ഇഷ്ടം ഫുഡ് വെക്കാൻ. ഞാൻ അടുക്കളയിൽ കയറ്റാത്ത കാരണം കൊണ്ടാണ്. അതിനിടയ്ക്ക് ഫോണിന്റെ സ്റ്റോറേജ് നിറഞ്ഞു, ഫുള്ളായി. അതെപ്പോഴും ഉള്ളതാ. എന്റെ ഏട്ടൻ മറ്റേ നമ്മൾ കുറെ ഇങ്ങനെ വീഡിയോസ് എടുക്കില്ല, വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യില്ല, ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാം. ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചേക്കാം. ഓർമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ യൂട്യൂബിനകത്ത് ഇങ്ങനെ ഇടുന്നത്. അങ്ങനെയല്ലല്ലോ, എന്നാലും എടുത്തതിന്റെ ആ ഒരു ഇതില് ഇട്ട് വെക്കും. അപ്പം നമ്മൾ എത്ര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു? 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്ര ഗ്ലാസ് വെള്ളം വേണം? ഞാൻ പറയാം 5, 6, 7, 7.5 ഗ്ലാസ്. എന്നിട്ട് ഒഴിച്ചേ അങ്ങനെ കണ്ടിന്യൂസ് ഫുഡ് ഉണ്ടാക്കണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണക്കൊക്കെ തെറ്റിയിരുന്നു. പിന്നെ ഇങ്ങനെ മാത്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ ഓടൂലേ. ഇനിയിപ്പൊ അതിനകത്തോട്ട് ഉപ്പ് ഇട്ടു കേട്ടോ. ഇനി നന്നായി തിളയ്ക്കണം. തിളച്ചൊന്ന് വറ്റി വരുമ്പോൾ അടച്ചു വെക്കും അല്ലേ?
നാട്ടിൽ നിന്ന് വലിയ ഇരുമ്പ് ചീനച്ചട്ടി വേണം. ചീനച്ചട്ടി അല്ല, ചട്ടക മറ്റേ ഒരു തവ. ദോശപാത്രം പോലെ സാധനം കൊണ്ടുണ്ട്. അതിന്റെ മുകളിൽ വെച്ച് നമ്മളിങ്ങനെ ദമ്മാക്കും അല്ലേ? അപ്പൊ അതെപ്പോഴാ? അത് ദമ്മാക്കാനാണോ? അത് നമ്മൾ ഇതിന്റെ ഇടയിലിടും. അപ്പൊ ഇതിന് മാറ്റണോ? ഊറ്റി മാറ്റണോ? അത് ഞാൻ പറഞ്ഞത് വേറെ പാത്രത്തിലിട്ട് ഉണ്ടാക്കണം. പക്ഷെ ഇപ്പൊ എന്താ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ആ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ചോറിനും ആ ടേസ്റ്റ് വരും അല്ലേ? ഇല്ലേ? ചോറിന് വരില്ല. ശരിക്കും ആ മീനിന്റെ തല വലുതാണെങ്കിൽ തിളപ്പിക്കണം, അതിന്റെ സ്റ്റോക്ക് എടുക്കണം. അപ്പടിപൊളിയായിരിക്കും. എന്ത് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു. നാരങ്ങ വെള്ളം ഉണ്ടാക്കണോ? കെട്ടിക്കെട്ട ഒരു വഴിക്ക് പോണതല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ കിട്ടുക. അതായത് കുറച്ച് അയ്യോ അത് പറഞ്ഞപ്പോഴാ, ഞാൻ പീനട്ട് ബട്ടർ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. ഞങ്ങൾ കഴിക്കുന്നത് സ്മൂത്തി അടിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ബ്രെഡിനകത്ത് തേച്ച് കഴിക്കാൻ വേണ്ടിട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പീനട്ട് ബട്ടർ ഉപയോഗിക്കുക. ഇന്ന് ഒരു ഫിലിപ്പിനോ കുട്ടിയാ കൊച്ച് പോർക്ക് ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പോർക്കിന്റെ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കറിക്കകത്ത് പീനട്ട് ബട്ടർ ആഡ് ചെയ്തിട്ട് അടിപൊളി. അതിന്റെ ഗ്രേവി പീനട്ട് ബട്ടറും പിന്നെ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ്. അടിപൊളി എന്ന് വെച്ചാൽ നല്ല രസം. ഞാനത് കഴിച്ചു ഇന്ന്. നല്ല രസമുണ്ട്. അത് ഉണ്ട്, പക്ഷെ പീനട്ട് ബട്ടർ ഞാൻ കേട്ടിട്ടില്ല. അതൊരു വെറൈറ്റി ഇൻഫർമേഷൻ ആയിരുന്നു. ഇനി വല്ല കറി ഉണ്ടാക്കുമ്പോൾ പീനട്ട് ബട്ടർ വെച്ചിട്ട് നോക്കണം, അവരോട് പറയാണ്ട്. പിള്ളേരോട് പറയണ്ടത് എന്നോട് പറഞ്ഞാലും കുഴപ്പമില്ല. എന്നോട് കഴിക്കും. പിള്ളേരോട് പറഞ്ഞ പിള്ളേര് ഞങ്ങൾക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞോളെ ചിലപ്പോ. അവർക്ക് അറിയില്ല എന്റെ. ഇന്നത്തെ എന്റെ ആകെ ഒരു പ്രാർത്ഥന ഉള്ളൂ. എന്നിട്ടെന്നറിയോ? ഇന്ന് എനിക്ക് ആകെ ഒരു പ്രാർത്ഥന ഉള്ളൂ. എന്നിട്ടെന്നറിയോ? എന്നിട്ട് പറയും. എനിക്കറിയാം. ചൂടിട്ടോ. എന്നിട്ടാ നിനക്ക് എങ്ങനെയാലും ഒരു ഓൺ കോൾ ഡ്യൂട്ടി വരണേ എന്നല്ലേ? വരണ്ടേന്നാ. എന്തോ ഒരു മടി. സാധാരണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൺ കോളിന് പോകാനായിട്ട്. പക്ഷെ ഇന്നെന്തോ മടി. പക്ഷെ വന്നാ ഓടൂട്ടാ. മിന്നല് പോലെ ഞാൻ പോകും. ദിപ്പ വരാന്നുണ്ട് പോകും. പക്ഷെ ഇവിടെ നിന്ന് 45 മിനിറ്റ് യാത്രയുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഓടും. പറയാൻ പറ്റില്ല, ചിലപ്പോ വിളിക്കുന്ന. ഇതെല്ലാം കഴിഞ്ഞപ്പോ നമ്മളെല്ലാം ഫുഡൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ കോള് വരാം. അതെങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കും. അപ്പൊ ഇനി ഇത് മൂടി ഏകദേശം ഇച്ചിരി തള വന്നു. അപ്പൊ ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വാർക്കണേല് മുന്നേ കാണാം. ഊറ്റണേല് മുന്നേ കാണാം. അപ്പൊ നേരത്തെ പറഞ്ഞ ഊറ്റണത് അപ്പൊ എങ്ങനെ ദമ്മാക്കും? ആയിക്കോളും, കാണാട്ടോ. അതൊക്കെ റെഡിയാണ്, സെറ്റാണ്, സംഭവം സെറ്റാണ്. ഏത് വഴിക്കാവും നോക്കട്ടെ. എനിക്ക് എന്തായാലും അതിനുള്ളിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അത് കഴുകിയിട്ട് വരാം. അവിടെ ബാക്കി ഇനി കുറച്ചും കൂടി വേവാനുണ്ട്. പാവട്ടിക്ക് വിശക്കുന്നുണ്ട്. പാവട്ടി എന്തോറും അരമണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇനി ചോറ് അരി നന്നായി തിളച്ചു. ഇനി അത് ഒന്നുകൂടി വറ്റാനുണ്ട്. അപ്പൊ ഒരു അരമണിക്കൂറും കൂടി അല്ലെ മാക്സിമം എടുക്കും. വിശക്കണ്ടാ? നല്ല വിശക്കണ്ടാ? ഒരു ചിപ്സ് നല്ല രണ്ടുപേർക്കും, നമുക്ക് രണ്ടുപേർക്കും ഒരു എന്നിട്ട് പറയാ. ഇപ്പൊ എവിടെ പോട്ടെ? അരമണിക്കൂർ എടുക്കും. അല്ല പൊന്നസിന് വിശക്കണ്ടാ? ചെസ് കളിക്കാം. ചെസ് കളിക്കാണോ? അമ്മയ്ക്ക് വേണോ ചിപ്സ്? വിശക്കണുണ്ട് നന്നായിട്ട്. ചോറുണ്ട്, മീൻകറി ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ബിരിയാണിന് കാണുമ്പോൾ നമുക്ക് ബിരിയാണി തിന്നാൻ തോന്നുമല്ലോ. അപ്പൊ അത് കാരണം എല്ലാവരും കടിച്ചു പിടിച്ചിരിക്കാം. അപ്പം ഫുൾ പാക്കറ്റും കൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് റെഡ്, എനിക്ക് സോൾട്ടിന്റെ ഇഷ്ടം. പൊന്നസ് വേണ്ടേ? കുറച്ച് ചിപ്സ് നിന്ന് വിശപ്പ് കുറച്ചു നേരം അടക്കാം അല്ലേ? ശരിക്കും വിശക്കുന്നുണ്ട്. കുറച്ചും കൂടി നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ കുറച്ചു നേരം ബിസി ആയി പോയി. പിന്നെ ഇതൊന്ന് തുറന്നു തരൂ. ഞാൻ കുറച്ചു നേരം ബിസി ആയി പോയി. എന്നാലും എല്ലാം ചെയ്തായിരുന്നു. പക്ഷെ എന്നാലും കഴിഞ്ഞില്ല അല്ലേ? കുറച്ചുകൂടി നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ട് എഴുന്നേറ്റപ്പോ തന്നെ 7:30. അയ്യോ, ഇത് മറ്റേ റൈസും മീനും ഒരുമിച്ച് ഇടണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കണം? ഒരുമിച്ച് വേണം. അടുത്ത പാക്കറ്റ് ചിപ്സിലേക്ക് കടന്നു.
നല്ല വിശക്കുണ്ട്. പക്ഷെ അതിനാകെ പൊന്നൂസും ചിപ്സ് എടുത്തു അല്ലേ? ഏതെടുത്ത്? ഓട്ടിയുടെ കഴിഞ്ഞോ? ഓട്ടി ഞാൻ സെയിം ചിപ്സ് തന്നെയാണ്. എന്നിട്ടോ ഏകദേശം റൈസ് റെഡി ആയി തുടങ്ങി അല്ലേ? വെന്തു അല്ലേ? അടിപൊളി. എന്നിട്ടൊന്നുമില്ല, വെള്ളം പറ്റി അല്ലേ? വെള്ളമൊക്കെ മാറി. ഇനി ദമ്മാക്കണം അല്ലേ? ഏകദേശം റെഡി ആവാറുണ്ട്. ദമ്മും കൂടി ആക്കണ്ടേ സമയം. ഇനി നമ്മള് പറയാം മറ്റേതിൽ പറഞ്ഞ യൂട്യൂബിലത്തെ ആൾക്കാരെ പറഞ്ഞത് 80% വേവായിട്ടുണ്ട്, ഇനി മറ്റേത് കിടന്നിട്ടാകുമ്പോ 100% ആവുന്നു. അതായത് ഞാൻ എപ്പോഴും നോക്കണത് വേവ് നോക്കുമ്പോ നമ്മള് വേവ് നോക്കുമ്പോ ഒരു കടി, അതായത് അല്ലേ, ഒന്നിങ്ങനെ പ്ലിന്നാവരുത്, പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കണ പോലെ ആവണം. എന്നിട്ട് ദം ചെയ്താൽ കറക്റ്റ് വേവില് കിട്ടും. അങ്ങനെ ഞാൻ നോക്കാറ് എപ്പോഴും. ഇന്ന് പക്ഷെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ എല്ലാം ചെയ്തത്. സോറി. ഇതിപ്പോ ഒരു കടി ഇല്ല, ഒന്നുകൂടി വന്നിട്ടുണ്ട്. ഈ ജീരകശാല ഏത് കാരണമുണ്ട്? ജീരകശാല എപ്പോഴും പെട്ടെന്ന് വേവും അല്ലേ? പെട്ടെന്നല്ല, ജീരകശാല നല്ല ജീരകശാല റൈസ് സൂപ്പറാ. കഴുകാനൊന്നും പാടില്ല അധികം. കഴുകുമ്പോ തന്നെ ഒരു മണുണ്ട് ബിരിയാണി അരിക്കും അല്ലേ? നാളെ നേരത്തെ എഴുന്നേറ്റ് ടാറ്റ പോവാനുള്ള സെറ്റ് ചെയ്യണം. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എടുക്കണം അല്ലേ? നാളെ പോണം. അപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ മീനെല്ലാം മറ്റേ നമ്മുടെ ചീനച്ചട്ടിയിൽ നിരത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന്റെ മുകളിലാണ് റൈസ് ഇട്ടിട്ട് ദമ്മാക്കാൻ പോണത്. അപ്പൊ ആദ്യം തന്നെ മീനൊക്കെ മറ്റാ മസാല ഒക്കെ മീനുകളെല്ലാം നിരത്തണുണ്ട്. നല്ല പാത്രം പക്ഷെ അടി പിടിക്കും. ഇത് അടി പിടിക്കാണ്ടിരിക്കാനാണ് ഈ പാത്രം വെച്ചത്. കണ്ട? അല്ല, അങ്ങനെയല്ല, കറി വെക്കാനായിട്ടേ. കറി വെക്കുമ്പോ നന്നായിട്ട് അടി പിടിക്കും. നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അലുമിനിയം യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. എല്ലാം അങ്ങനെ തന്നെയാ. സ്റ്റീല് പറയും സ്റ്റീല് ഉപയോഗിക്കാൻ പാടില്ല. നോൺ സ്റ്റിക്ക് പറയുമ്പോൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാൻ പാടില്ല. എല്ലാത്തിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല. ഒറ്റ ലെയർ മതി. അടിയിൽ നിന്ന് ഓരോന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇനി നമ്മൾ ഓരോ ലെയറിൽ ചോറിടാം. 80% റൈസ് ഇടാൻ പോവാണ്. ചൂടുണ്ട്. നോക്കി പിടിച്ച് സൂക്ഷിച്ചിടും. പോയിട്ടില്ല. പൊക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോ അങ്ങനെ അപ്പൊ ഒരു ലെയറ് ചോറ് മറ്റേ ആദ്യം മീനിട്ടു, പിന്നെ ചോറിട്ടു. അത് കഴിഞ്ഞ് വറുത്ത് വെച്ചേക്കണ സബോള, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ലാട്ടാ. അതൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ. പിള്ളേർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. ഞാനും പൊന്നൂസും നിന്റെ കഴിക്കുമ്പോൾ ആവട്ടിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും. അതുകൊണ്ട് അങ്ങനെ ഇടാറില്ല. ആ ഫുൾ റൈസ് ഇടണ്ട നമുക്ക് അല്ലേ? കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് റൈസ് മാറ്റി വെച്ചാൽ അല്ലാണ്ട് കൊള്ളില്ല. നിറഞ്ഞു. പിന്നെ ചവിട്ടി കുത്തിയിടണം. വേണ്ട, അത്ര മതി അല്ലേ? കുറച്ച് റൈസ് മാറ്റി വെക്കാം. ഏകദേശം അത്യാവശ്യം വേവായിട്ടുണ്ട്, അതിന്റെ കുഴപ്പമില്ല. അപ്പൊ ആദ്യം റൈസ് ഫുള്ള് ഇടണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ഫുള്ളിട്ടു അല്ലേ? എടുത്തു മാറ്റി വെക്കണ്ടെന്ന് വെച്ചപ്പോ ഫുള്ളൊപ്പിച്ചു. അപ്പൊ വറുത്ത് വെച്ചേക്കണ എല്ലാ സാധനവും നമുക്ക് ഇടാം. ഞങ്ങൾ ആദ്യം സബോള മുന്തിരില്ല, അത് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഇട്ട് മല്ലിയിലേക്ക് ഇട്ട് ഇനി ദമ്മാക്കാൻ പോയി. ഓൾറെഡി നമ്മൾ മറ്റേ ദോശപാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നല്ല ചൂടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലാണ് ഇത് വെച്ചേക്കുന്നത്. എന്നിട്ട് തേനിന്റെ ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ സാധനം വെച്ചിട്ടാണ് അടച്ചിട്ട് ഇനി അതിന്റെ മുകളില് കുറച്ചും കൂടി വെയിറ്റ് വെക്കില്ലേ അടയണമെങ്കിൽ? ആണോ? ശരിക്കും പതിഞ്ഞിരിക്കണില്ലേ? ഇവിടെ ഓട്ടയുണ്ട് കേട്ടാ. ചോറ് കൂടിപ്പോയി അല്ലേ? ചോറ് കൂടുതലൊന്നുമില്ല. നമ്മൾ തിന്നോണ്ടിരിക്കും. വാദിച്ചെടുത്തിട്ട് ഞങ്ങള്. പക്ഷെ മീൻ കഷ്ണമാണ് ഇപ്പൊ വിഷമായത്. 9 കഷ്ണമുള്ളൂ. അതിലുണ്ട് 3-4 കഷ്ണം അതിലുണ്ട്. നമുക്ക് ഫിഷ് നിർവാണ ഉണ്ടാക്കണ്ടേ? കുറച്ച് മാറ്റി വെച്ചത് ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ? എപ്പോഴും ഞാൻ കഴിച്ചിട്ടുണ്ട് ഫിഷ് നിർവാണ. ആരെ വെച്ചിട്ട് ഓർമ്മയുണ്ടായിരുന്നു? ബഹ്റിൽ വെച്ചിട്ട്. മറ്റേ എന്നിട്ടുള്ളവര്
എന്നിട്ട് മറ്റേ എന്നിട്ട് ഷെഫിള്ള പോടുന്നു ഷെഫിള്ള വെക്കണ പോലെ എന്ന് പറഞ്ഞിട്ട് ആരോ വെച്ചിട്ട് നമുക്ക് എനിക്കറിയാം മാർട്ടിൻ. ഓക്കെ നമ്മള് മറ്റേ ഇതിന് എന്തിനായിരുന്നു? ശരിയാ, ഞങ്ങൾ ടോപ്പോലുള്ളപ്പോ മാർട്ടിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, അതാണ് ഒരു അങ്കമാലിക്കാരൻ, ആ ചേട്ടൻ വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. മറ്റേ എന്നിട്ട് ഈസ്റ്ററാ ഏതൊരു പരിപാടിക്ക്, ഈസ്റ്ററിനാണോ ക്രിസ്മസിനാണോന്ന് അറിയില്ല, ക്രിസ്മസ് എല്ലാവർക്കും പ്രിങ്ങ പ്ലേറ്റ് ആയിരുന്നു. അതന്നെ അവരുണ്ടാക്കിയത് ഫിഷ് നിർവാണി വേറെ എന്തോ ആയിരുന്നു അല്ലെ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഏലയൊക്കെ ഇട്ടിട്ട് അല്ലേ. ഞാൻ വിചാരിച്ചു എവിടെന്നോ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു, ഇപ്പൊ മനസ്സിലായി. അങ്ങനെ അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഫിഷ് നിർവാണി ഉണ്ടാക്കാം. അപ്പൊ ഇനി ഇതാവട്ടെ, പിള്ളേർക്ക് ക്ഷമ തെറ്റി ചിപ്സ് കഴിച്ചിട്ടായാലും വിശപ്പൊന്നും മാറിയിട്ടില്ല. സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പാത്രം കഴുകാൻ വന്നു, അതാണ് ഇടയ്ക്ക് വെച്ച് കട്ടായി പോയത്. അപ്പൊ ഓൾറെഡി ഇപ്പൊ ദമ്മ് ചെയ്ത് വെച്ചു. ഇനി പിള്ളേരുടെയും എല്ലാവരുടെയും ക്ഷമ തെറ്റി, എല്ലാവർക്കും നന്നായി വിശക്കുന്നു. ചിപ്സ് തിന്നിട്ടും അടങ്ങണില്ലടേ. എല്ലാം സെറ്റായി, ഇപ്പൊ ഒന്നും ആയി കഴിഞ്ഞാല് നമുക്ക് കഴിക്കാം. അപ്പൊ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാറുള്ളൂ. പല ഡ്യൂട്ടി, പിള്ളേരുടെ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കല് കുറവാണ് അല്ലെ. ചിലപ്പോ വൈകുന്നേരം അല്ലെങ്കിൽ അപ്പോഴേക്കും ചിലപ്പോൾ പിള്ളേർ നേരത്തെ കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമുക്കിതൊക്കെ സെറ്റ് ചെയ്ത് ഒരുമിച്ച് കഴിക്കാം. അപ്പോ ബിരിയാണി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. കാത്ത് 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 എന്താ സൂപ്പറല്ലേ, കൊറേ നേരം കാത്തിരുന്നില്ലേ, സൂപ്പറാണ്. വിശപ്പ് കെട്ടടങ്ങി എന്ന് പറയില്ലേ. അപ്പൊ ചോറിന് മോളിന്ന് കുറച്ച് മാറ്റി വെക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെയല്ലേ നമ്മുടെ മീൻകൂട്ടന്മാരിരിക്കണത്, മോളിന്ന് ചോറ് മാറ്റണം. ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് എന്നിട്ട് പിന്നെ മീൻ പൊട്ടാണ്ടെടുക്കണം. അതൊരു ടാസ്കാ അല്ലെ. ഇറച്ചിയൊക്കെ അങ്ങനെ വിട്ടുപോകില്ല, പക്ഷെ മീൻ ചിലപ്പോ പിന്നെയും പോയി ചോറ് സാരില്ല, വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ എടുക്കണോ? നീ എടുത്തത് നല്ലതായിരിക്കും. അപ്പൊ ആയുധം എന്നിലേക്ക് കൈമാറി. ഇനി ഞാനാണ് ഇതിങ്ങനെ മസാല അടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് ചോറ് മാറ്റുന്നു. ഞാൻ ഇത്ര നേരം മീൻ എടുത്തിട്ടില്ല, മസാല. ഞാനേ ഇത്ര നേരം മനസ്സിൽ ആലോചിച്ചോണ്ടിരിക്കുന്നേ, സാധാരണ ബിരിയാണിയുടെ മണല്ല വരണേ, വേറെ എന്തോ ഒരു പ്രത്യേക മണം. എന്നിട്ടാണ് വായുടെ നാവിന്റെ തുമ്പത്തുണ്ട് എന്തിട്ട് മണം, പക്ഷെ പറയാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലായി. എന്നിട്ട് അറിയോ, ഒരു സാധനം നമ്മൾ സ്പെഷ്യൽ ഇട്ടുണ്ട് ഇതിനകത്ത്, കറിവേപ്പില വറുത്തിട്ടുണ്ട്. അതിന്റെ ഞാൻ കുറച്ചു നേരം കൊണ്ട് കറിവേപ്പില വറുത്താലും കുഴപ്പമില്ല. അല്ല, കുറച്ചു നേരം കൊണ്ട് ഞാൻ പെരുംജീരകല്ല, ഞാൻ ജീരകം എന്നൊക്കെ ഇവിടെ പറഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലാവണ്ടായില്ല. ഇപ്പൊ മനസ്സിലായി. നമ്മള് പറയണോണ്ട് എന്തെങ്കിലും തോന്നും, നമ്മള് മറ്റേ എണ്ണയൊക്കെ കാച്ചുമ്പോ മറ്റേ ആ കറിവേപ്പിലയുടെ മണം വരില്ല, കാച്ചുമ്പോ നല്ല വറുത്തിട്ടുള്ള മണം, ആ മണം വന്ന് അത് എന്തോ നല്ല പരിചയമുള്ള മണം, പക്ഷെ എന്തിട്ടാന്ന് മനസ്സിലാവില്ല. ഞാൻ വിചാരിച്ചു മീനിന്റെ ഈ ഫ്രോസൺ മീനല്ലേ. അല്ലല്ല, ഫ്രോസൺ മീനിന്റെ ടേസ്റ്റ് ഇല്ല കേട്ടോ. മറ്റേ അയാള് പറഞ്ഞത് ശരി തന്നെയാണ്, ഫ്രോസൺ മീനിന്റെ ടേസ്റ്റ് ഇല്ല, അത് കറക്റ്റാ. എനിക്കും ഭയങ്കര ഞാൻ വറക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ആക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫ്രോസൺ മീനെ മണം ഇല്ല പറഞ്ഞിട്ട്. അപ്പൊ പക്ഷെ ഇല്ല കേട്ടോ, മണം ഇല്ല. ഇനി ടാസ്ക് ആണ്. ഇനി ഞങ്ങൾ അങ്ങനെ ചെത്തി എടുക്കണം, അല്ലെങ്കിൽ മീൻ പകുതി കയ്യിലിരിക്കും. മീനിന്റെ വഴിക്ക് പോവും, ഞാൻ എന്റെ വഴിക്കും പോവും. നല്ല ചെത്തലോ. കല്ലിയെത്താൻ പോയിണ്ടാ? പണ്ട് എന്റെ വീട് പണിയണ സമയത്ത് നമ്മുടെ വീടിന്റെ പറമ്പിൽ നിന്ന് തന്നെയാണ് കല്ല് വെട്ടിക്കൊണ്ടിരുന്നത്. കുഴിമടാന്ന് പറയാം നമ്മളെ തൃശ്ശൂർ. അത് അവിടെ തന്നെയാണ് നമ്മൾ ഭയങ്കര കളി കളിക്കും നമ്മള്. ക്രിക്കറ്റ് അല്ലേ? ക്രിക്കറ്റ് മാത്രല്ല, കുഴിമടയില് വെള്ളം കയറും മഴ പെയ്യണ സമയത്ത്. നല്ല മീനിന്റെ മണം വരുന്നുണ്ട് ഇപ്പൊ. ഇതാണ് ശരിക്കുള്ള റൈസ് എന്ന് പറയുന്നത്. ഈ റൈസും ആ റൈസും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അതന്നെ. നമ്മൾ അവസാനം കുഴിച്ച് വെള്ളം കണ്ടിരിക്കുന്നു. സൈഡിൽ നിന്ന് അതന്നെ, മറ്റേ കിണറ് കുഴിക്കുമ്പോ വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ സത്യം പറഞ്ഞ കിണർ കുഴിക്കണ കണ്ടിട്ടില്ല. ഞാൻ ആകെ വെള്ളം കണ്ടേക്കണത് എവിടെയെന്നറിയോ? സുന്ദരകില്ലാടി സിനിമയില്. എന്തൊരു ചളിയപ്പാ. അപ്പൊ നമ്മൾ ഈ ചോറും ഈ മീനും മിക്സ് ചെയ്ത്
കഴിച്ചാരെന്റെ സാറേ. പിന്നെ എന്ത് സാധനം ഉണ്ടാക്കണേലും സർവീസ് ചെയ്യുക. കാരണം നമ്മളൊരാൾക്ക് പ്രസന്റേഷൻ എന്ന് പറയും. ഏത് അതില് വേറെ സംഭവം ഉണ്ട്. ഒരു മീനിന്റെ പീസ് നോട്ടെ എങ്ങനെയുണ്ട് നോട്ടെ. ഇല്ല നോക്കണ്ട, അല്ല അടീന്ന് നോക്കണ്ട. അടീന്ന് മുറക്കി അടിയെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയണം. ഇല്ലല്ലോ, അടിയൊന്നും പിടിച്ചിട്ടില്ല. ആഹാ, ഇതുണ്ടല്ലോ വറുത്ത മീനാണെങ്കിലും ഇപ്പൊ അടി പിടിച്ചില്ലല്ലേ? അടിയൊന്നും പിടിച്ചിട്ടില്ല. അടിപൊളിയായിട്ടിരിക്കുന്നൊക്കെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചീഞ്ചട്ടിയില് റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. ആര് കഴിക്കും? അപ്പൊ സൂപ്പറായിരിക്കും. ആര് കഴിക്കും? അല്ല കഴിച്ച സൂപ്പറായിരിക്കും. ആര് കഴിക്കും? ഞാൻ കഴിക്കും. അപ്പൊ സൂപ്പറായിരിക്കും. ഞാൻ കഴിക്കും. അപ്പൊ ഇനി മറ്റോണം സർവീസ് ചെയ്താലോ? പാത്രത്തിലിട്ട് ഇങ്ങനെ വെച്ച് അങ്ങനെ ആക്കാം. വൗട്ടി പൊന്നൂസേ, ബി റെഡി. അപ്പൊ ഇനി അങ്ങനെ ഈ പാത്രത്തിലിട്ട് ഇങ്ങനെ അപ്പം പോലെ ഇങ്ങനെ വെക്കില്ലേ, അതിന് ബെസ്റ്റ് കുറച്ച് മറ്റേ നമ്മുടെ മസാല ഇല്ലാത്ത റൈസ്. ഇവർക്കൊരു മീൻ കൊടുക്കണം, അതിന് കഴിക്കോ? മസാല വേണോ പൊന്നൂസേ? ഇനി ഈ റൈസ് അതാണ് കാര്യം. ഒരു പാത്രം എടുത്തോ പൊന്നൂസേ. എന്നിട്ട് കുറച്ചുകൂടി ചോറിട്. ഇല്ലല്ലോ, ഇവനക്ക് നന്നായിട്ട് മസാല ആണ്. പൊന്നൂസിന് മസാല ഭയങ്കര ഇഷ്ടം അല്ലേ? ഇനി അതിനങ്ങനെ നന്നായിട്ട് പരത്തി ചമ്മന്തിയാക്കി ഈ സാധനം ഇങ്ങനെ വെക്കും. ഇത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. പിന്നെ സാധനം കണ്ടാ കണ്ടാ അടിപൊളി. ഇങ്ങനെ നമ്മള് 4 പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പോകട്ടോ. എന്നിട്ട് സെറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. കഴിച്ചു നോക്കിയാ നല്ല ചൂടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൗട്ടിക്കും പൊന്നൂസിനും മീനിന്റെ മുള്ളൊക്കെ മാറ്റി കൊടുത്തോണ്ടിരിക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നമ്മൾ അതിനകത്ത് എടുത്തല്ലേ ഉള്ളൂ. അവിടെ നല്ല അടിപൊളി ചൂടുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ അധികം മുള്ളില്ല കേട്ടോ. മറ്റേ നടുക്കിലത്തെ ആ ഒരു മുള്ളുള്ളൂ. പക്ഷെ പിള്ളേർക്ക് ഇവർ 2 പേർക്കും എനിക്ക് തോന്നുന്നു മുള്ളു തടഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് പേടിയാ. വലുതായി തന്നെ തിന്നേണ്ട സമയമായി. അതല്ല മീന് മറ്റേ ഇതിന്റെ പ്രശ്നമുണ്ട്. എന്നിട്ട് അറിയോ, ഈ മീന് ഒരു വല്ലാത്തൊരു മുള്ളുണ്ട് നെയ്മീന്. ആണോ? ഇടയില് നടുക്കിലത്തെ അല്ലാണ്ട് ഒരു മുള്ളു വരും. നീ എനിക്ക് മുള്ളു കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തരണത്. അമ്മ എടുക്കുക അതിനകത്തുനിന്ന്. നല്ല ചൂടുണ്ട് അല്ലേ? ഓക്കെ. മുള്ളു സെപ്പറേറ്റ് അവിടെ ഇരുന്നു. 2 പേർക്കും മുള്ളു കളഞ്ഞു കൊടുത്തു. ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ. അമ്പോ, നല്ല ചൂട്. നല്ലതല്ലേ മീൻ? ഉണക്കമീൻ്റെ ഒട്ടും ഇതില്ല കേട്ടോ. മീൻ വന്നിട്ടാന്നറിയാം ഫീസറിൽ വെച്ചാണ്ട് പാട്ടിയെ കുറച്ച് നാളായിട്ട് അവര് ഫീസറിൽ വെച്ചാ. അതുകൊണ്ട് ഉണക്കമീൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇല്ല കേട്ടോ. ഫ്രഷ് മീനാകുമ്പോ വേറെ ടേസ്റ്റ് ആയിരിക്കും, ഇത് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇത് വെക്കുന്ന സമയത്ത് ഭയങ്കര ഒരു മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. അയ്യോ ചിലപ്പോ അങ്ങനത്തെ രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചില്ല. അപ്പൊ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് കാര്യം. എങ്ങനെയുണ്ട് പാട്ടിയെ? ചപ്പ് കുറയണ്ടാ? എന്നല്ല ചപ്പ് മറ്റേ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലല്ലോ? നോക്കി നോക്കിയേ. ഒന്നും ഇട്ടിട്ടില്ല. അവിടെ ഇഷ്ടമില്ലല്ലോ. അതിന്റെ ഇട്ടിട്ടില്ല. മനസ്സിന് ഇഷ്ടല്ലേ അങ്ങനെ സാധനങ്ങളൊക്കെ? കശുവണ്ടിപ്പരിപ്പും മുന്തിരി ഇഷ്ടമില്ല. ഒന്നിന്റെ പ്രശ്നം അറിയോ ഇവർക്ക് മുള്ളു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ടെൻഷനാ എന്ത് ഫുഡ് കഴിച്ചാലും. അതാണ് ഇവനൊക്കെ ഇതിങ്ങനെ അമ്മാന്തിച്ച് നിൽക്കും. ഫീൽ ചെയ്തല്ല, അത് തൊലിയാണ് നീ കളയുന്നത്, നെയ്മിന്റെ തൊലി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇവര് വന്നിട്ടാന്ന് അറിയോ ഇപ്പോഴും മറ്റേ ഇത് കഴിക്കില്ലേ, ഫില്ലറ്റ് മാത്രം, ടൂണ, യെല്ലോ ടൂണ. എപ്പോഴും നമ്മള് മീൻ കറി വെക്കുമ്പോ നമ്മൾ എപ്പോഴും ഇങ്ങനെ മീൻ പൊട്ടിച്ചു കൊടുക്കാൻ നിൽക്കണം. അപ്പൊ നമ്മൾ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് പോയ സമയത്താണെങ്കിൽ തന്നെ കഴിക്കുന്ന സമയത്താണെങ്കിൽ ഇവർക്ക് അത് ടെൻഷൻ അല്ലേ. അപ്പൊ അതിന് എപ്പോഴും ഫില്ലറ്റ് വാങ്ങിച്ചിട്ട് അതുകൊണ്ടുള്ള കറി വെക്കും. അത് മറ്റേ കറി വെച്ചാലും വറുത്താലും എല്ലാം സൂപ്പർ. അപ്പൊ പിന്നെ അവർക്ക് ഇങ്ങനെ കഴിച്ചോളൂല്ലോ. അത് കാരണം ഇനി എന്താണ് കഴിച്ചോക്ക്. ഞാൻ വെച്ചോണ്ട് അടിപൊളി. എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോന്ന് പറയും. അപ്പൊ അതിനിടയ്ക്ക് പൊന്നൂസ് പോയിട്ട് വേസ്റ്റ് ഇടാൻ പ്ലേറ്റ് എടുത്തിട്ട് വന്നു, ഇലകളൊക്കെ ഇടാൻ വേണ്ടി. ഞാൻ കളയുന്ന സാധനം അറിയോ? കറിവേപ്പിലയാ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരും കറിവേപ്പില അടിച്ച് ജ്യൂസ് മറ്റേ സാധനം കഴിക്കലും. എന്നിട്ട് നമ്മള് തിന്നേണ്ട സാധനമാണ് കറിവേപ്പില. ഞാൻ എല്ലാവരും കറിവേപ്പില എടുത്ത് തിന്നും അല്ലേ? ഞാൻ വാവട്ടിയുടെ പ്ലേറ്റ് പോലെ ഒക്കെ ഞാൻ എടുത്ത് കഴിക്കാറുണ്ട്. എന്തോ ഒരു ഇതിന് അസുഖത്തിന് കറിവേപ്പില നല്ലതെന്നല്ല പറയുന്നത്. വേപ്പില നല്ലതാണ് കൊളസ്ട്രോളിന്. കറിവേപ്പില എങ്ങനെ നല്ലത്? എങ്ങനെയുണ്ട്? നിന്റെ അഭിപ്രായം പറഞ്ഞില്ല.
ഞാനുണ്ടാക്കിയിട്ട് ഞാൻ എങ്ങനെ അഭിപ്രായം പറയാം. ഇത് നമ്മുടെ വേറെ മറ്റേ ഉണ്ട് മുഹമ്മദ് ഖാൻ. ആള് ഉണ്ടാക്കി ആള് കഴിക്കുന്നില്ല. ആള് കൊറേ ഫുഡൊക്കെ ഉണ്ടാക്കി അത് കഴിയുമ്പോ ആൾക്ക് കുറച്ച് ചോറ് മീൻകറി മതി. ആള് വലിയ ദമ്മ ബിരിയാണി അതും ഇതൊക്കെ ഉണ്ടാക്കും. പണ്ട് നമ്മളവിടെ ചെമ്പൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഹൈജീന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ അവര് ചെമ്പൊക്കെ മാറ്റി ഇതൊക്കെ ആക്കി. അപ്പൊ ആ സമയത്തൊക്കെ ആള് ഉണ്ടാക്കുമ്പോ അടിപൊളി ബിരിയാണിയാ. ആൾക്ക് മൂടുണ്ടെങ്കിൽ സൂപ്പർ ബിരിയാണി ഉണ്ടാക്കും. മമിച്ചു എനിക്കറിയാം, നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ലേ മുഹമ്മദ് ഖാൻ. ഞാൻ ആളോടെ ജോലി ചെയ്തിരുന്നു ആദ്യം. ആള് പറയും, മോനെ ഇവിടെ നീ നിനക്കറിയോ ഒരു കാര്യം അറിയോ? മുള്ളുണ്ട് പക്ഷെ മാറ്റി തന്നില്ലേ? തടഞ്ഞോ? മുള്ളുണ്ട് ഏതെങ്കിലും സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു മുള്ളു അതിലുണ്ട്. നെയ്മിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നിട്ട് അറിയോ, കാണുമ്പോ നല്ല ഇതായാലും ഉള്ളില് മുള്ളലട അത് പക്ഷെ കടിക്കാം, തിന്നാൻ പറ്റണതാണ്. പക്ഷെ നിനക്ക് തിന്നാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ഇതിൻ്റെ ആയിട്ട് ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണി ഓൾമോസ്റ്റ് കഴിയാറായി. പൊന്നൂസിൻ്റെ ഇടയ്ക്ക് ഒന്ന് മുള്ളു തടഞ്ഞു. അപ്പോൾ പൊന്നൂസ് കുറച്ച് സ്ലോ ആയി, ഞാനും കഴിയാറായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. ബൈ.